എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 100% എന്ന് പറയാം എയ്ഫർ തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നെറ്റ് ക്രാക്ക് ചെയ്യാന്നുള്ളത്. പേടിയുണ്ടായിരുന്നു, ഓൺലൈൻ ആണല്ലോ എന്താവും സംഭവം എന്നുള്ളത് ഒക്കെ. ഇനി ആര് ചോദിച്ചാലും ഞാൻ എയ്ഫറിനെ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഹായ്, എൻ്റെ പേര് ഷഹാന തസ്നീം. ഞാൻ കൊമേഴ്സിൽ നെറ്റ് ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഈ നെറ്റിൻ്റെ ജേണിയിൽ, എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഈ ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 100% എന്ന് പറയാം എയ്ഫർ തന്നെയാണ്. കാരണം അത് ഒരിക്കലും ഒരു സ്ഥാപനമായിട്ട് കാണാൻ പറ്റില്ല, നമുക്കതൊരു ഇമോഷൻ തന്നെയാണ്. കാരണം അനീസർ നമുക്കൊരു സാറായിട്ടല്ല അവിടെ നിൽക്കുന്നത്, നമ്മുടെ ഒരു ഫുൾ സപ്പോർട്ടറായിട്ടാണ്. മൂപ്പര് എത്ര ക്ലാസ് എടുത്താലും മൂപ്പർക്ക് മതിയാവില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ക്ലാസ് എടുത്തിട്ടാണ് നമ്മളെ ആ ജേണിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നെറ്റ് ക്രാക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ PG കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റെഫർ ചെയ്ത് തന്നത്. എയ്ഫറിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് ചേർന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഓൺലൈൻ ആണല്ലോ എന്താവും സംഭവം എന്നുള്ളത് ഒക്കെ. പക്ഷെ ഒരിക്കലും അത് ഓൺലൈനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓഫ്ലൈനിൽ ഇരുന്നാൽ അത്രയും നമുക്ക് കോൺഫിഡൻസ് ലെവലിൽ ഇരിക്കാൻ കഴിയില്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് എണീറ്റ് പോകാൻ പോലും നമുക്ക് തോന്നൂല. അങ്ങനത്തെ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ടീച്ചേഴ്സും എല്ലാ ഫാക്കൽറ്റീസും അതിലെടുക്കുന്നത്. അത്രക്ക് ഉള്ളിലേക്ക് ചെന്നിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരും. എത്രയാണെങ്കിലും എയ്ഫറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അത്രക്കാണ് എയ്ഫർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിന്റെ സന്തോഷം ഇപ്പോഴും പറഞ്ഞാൽ മതിയാവില്ല. ഒരു എയ്ഫർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചാണ് സത്യമായിട്ടും. ഈ നെറ്റ് ക്വാളിഫൈഡ് ചെയ്യാന്നുള്ള ജേണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ്. കാരണം നമ്മളിത് ഒരുപാട് പഠിക്കാനുണ്ട് പറയാലോ. അപ്പോൾ നമ്മൾ കുറേ പഠിക്കണ സമയത്ത് നമ്മൾ ചിലപ്പോൾ രാത്രി കിടക്കാൻ 1 മണി 2 മണി ആ സമയമൊക്കെ ആവും. ആ സമയത്തും ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഫുൾ ടൈം ഇരിക്കുക. അതുപോലെ രാവിലെ ഒക്കെ കുറേ സമയം പകൽ സമയങ്ങളിലൊക്കെ ഇരിക്കുക. വേറെ വർക്കിലൊന്നും എൻഗേജ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ആയിക്കോട്ടെ ഉപ്പ ആയിക്കോട്ടെ ഹസ്ബൻഡ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർക്കാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. പിന്നെ ഈ എയ്ഫറിനോട് പറയാനുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ആരെന്നോട് നെറ്റിനെ കുറിച്ച് ചോദിച്ചാലും ആദ്യം ഞാൻ എയ്ഫറിനെ കുറിച്ചിട്ടാണ് പറയാ. എയ്ഫർ കുറെ പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവരത് അഡ്മിഷൻ എടുത്തിട്ട് അതിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ റെക്കമെൻഡ് ചെയ്ത എല്ലാവർക്കും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് തന്നെ പറയാം. ഇനി ആര് ചോദിച്ചാലും ഞാൻ എയ്ഫറിനെ തന്നെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അത്രക്കൊരു ഇമോഷൻ എനിക്ക് അതിനോടുണ്ട്, കണക്റ്റഡ് ആണ്. ഈ നെറ്റ് ക്വാളിഫൈഡ് ചെയ്യാന്നുള്ള ഒരു ജേണിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഉമ്മ ഉപ്പ. കാരണം ഞാൻ രാത്രി വരെ ഒരു മണി വരെ ചിലപ്പോൾ ഇരുന്ന് പഠിക്കാറുണ്ട്. രാവിലെ സമയങ്ങളിൽ PYQ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഡെയിലി ടെസ്റ്റുകൾ ഇഷ്ടം പോലെ ഇതിൽ ഉണ്ടാവാറുണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതോട് അനുസരിച്ചിട്ട് നമുക്ക് അതിനോടുള്ള അടുപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ മെറ്റീരിയൽ നോക്കിയിട്ടും പോരാത്തതിന് കൂടുതൽ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടും PPTസും നോക്കിയിട്ടുമാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ് പറയാനുള്ളത് വിചാരിച്ചാൽ, ഇനി വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, എയ്ഫർ നിങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല സ്ഥലത്താണ്. എയ്ഫറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സ്ഥലത്താണ്. അപ്പോൾ അതിലിരുന്നിട്ട് നല്ലപോലെ പഠിക്കുക, നല്ലപോലെ എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുത്താൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ ചെയ്യാം.